2012 ഒരു ഓഗസ്റ്റ് മാസം ഡോക്ടറാവാനുള്ള മോഹവുമായി ഞാനടക്കമുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെത്തി. ജൂബിലിയിലെ 10ാമത്തെ ബാച്ചായിരുന്ന ഞങ്ങൾക്ക് ജെന്നേഴ്സ് എന്ന് പേരിട്ടു. ജെന്നേഴ്സ് ഒരു പേരെന്നതിലുപരി ഇന്നതൊരു വികാരമായി വളർന്നിരിക്കുന്നു. ഏകദേശം 5.5 വർഷം നീണ്ടുനിന്ന യാത്ര. തൻ്റെ പേരിനു മുന്നിൽ ഡോക്ടർ എന്ന് ചേർത്തുകൊണ്ട് ഈ കോളേജിൻ്റെ പടിയിറങ്ങുമ്പോൾ കൂട്ടായുള്ളത് ഒരു പിടി നല്ല ഓർമ്മകളും ഇവിടെ നിന്നുടലെടുത്ത സൗഹൃദങ്ങളുമാണ്. കോളേജ് ജീവിതത്തിൻ്റെ ഈ അവസാന നാളുകളിൽ ഓർമ്മകളിലേക്ക് തിരികെ നടക്കുന്ന ഓരോരുത്തരും ആദ്യം ചെന്നെത്തുന്ന സ്ഥലം ജൂബിലിയിലെ ഡിസെക്ഷൻ ഹാൾ ആയിരിക്കും. തുറന്നു വെച്ച് സംസാരിക്കാനല്ലാതെ ഒരിക്കൽ പോലും ഞങ്ങളാരും ഉപയോഗിച്ചിട്ടില്ലാത്ത കണ്ണിങ് ഹാൾ, സൈഡ് റൂമിലെ ബാഗ് വയ്ക്കാനുള്ള അടിപിടികൾ. ഡിസെക്ഷൻ ഹാൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചില മുഖങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തും. അക്കാലം അത്രയും ജൂബിലി കണ്ട ഫാഷൻ സങ്കല്പങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഡിസെക്ഷൻ ഹാളിലേക്ക് നടന്നു കയറിയ നീലിമ. ഡിസെക്ഷൻ ഹാൾ ഒരു ദേവലോകം പോലെ കണ്ട ബില്ലണ്ണൻ. മെഡുല്ലോ ഒബ്ലോങ്കെട്ട അടിച്ചുമാറ്റി പോക്കറ്റിലിട്ട് കൊണ്ടുപോയ പൂക്രി. കുര്യൻ സാറിന് ഹൈഫൈ കൊടുത്ത അക്കി. സെമിനാറുകൾക്കിടയിൽ കണ്ടു നിൽക്കുന്നവർക്ക് പോലും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന CP. പ്രൊഫസേഴ്സിനെ പോലും അനുസ്മരിപ്പിക്കും വിധം ക്ലാസുകളെടുത്ത സഫ. ഉച്ചാരണ ശുദ്ധി കൊണ്ട് ട്രോളുകൾ ഏറ്റുവാങ്ങിയ സംഘു. രഞ്ജിത്ത് സാറിൻ്റെ കണ്ണുരുട്ടലിനെ അതിജീവിച്ച അഞ്ജു. ഇയറോസിക്കിൾ ഡിസെക്ട് ചെയ്ത് ടിറ്റി മാഡത്തിൻ്റെ കണ്ണിലുണ്ണിയായ സോണി. പല സ്ഥലത്തു നിന്ന് വന്ന് പലതരത്തിലുള്ള കൂട്ടുകാരെ വിട്ട് ഇവിടെ എത്തിയ അപരിചിതർ ആയ 100 പേർ. ഇന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആരുടെയൊക്കെയോ ആരൊക്കെയോ ആണ്. അന്ന് കണ്ണിനെ ഈറൻ അണിയിച്ചത് ഫോർമലിനാണെങ്കിൽ ഇന്ന് ആ ഓർമ്മകൾ മാത്രമാണ്. ഒരു കോളേജ് വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ലെക്ചർ ഹാൾ എന്നത് നൊസ്റ്റാൾജിക്ക് വകുപ്പുള്ള ഒന്നാണ്. പലപ്പോഴായി പല ഗ്രൂപ്പുകളായി വിഭജിക്കപ്പെട്ട ഞങ്ങൾ 100 പേരും ഒരുമിച്ച് കണ്ടിരുന്ന സ്ഥലം അത് ഞങ്ങളുടെ ലെക്ചർ ഹാളാണ്. ക്ലാസ്സിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു സിനിമാ തിയേറ്ററിലേക്ക് കയറിയ പ്രതീതിയാണ്. വലിയ LCD സ്ക്രീനും വല്ലപ്പോഴും ചോക്കിൻ്റെ സ്പർശനം അനുഭവിച്ച ബ്ലാക്ക് ബോർഡും, ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോന്നോരോന്നായി അണഞ്ഞിരുന്ന ട്യൂബ് ലൈറ്റ്സും, ബോയ്സ് സൈഡിലെ ഒഴിഞ്ഞ ഫ്രണ്ട് ബെഞ്ചും, ബാക്ക് ബെഞ്ചിനായുള്ള തമ്മിൽ തല്ലും, ഇവയെല്ലാമാണ് ക്ലാസ്സിനെപ്പറ്റി കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിത്രങ്ങൾ. ഇവിടെയുമുണ്ട് ചില ഓർമ്മിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾ. ക്ലാസ് തുറക്കുന്നതിന് മുമ്പേ എത്തുന്ന നിയ. ഹോസ്റ്റലിൽ നിന്ന് അറ്റൻഡൻസ് പറഞ്ഞ് രാജൻ സാറിനെ വരെ ഞെട്ടിച്ച ഫെമിൻ. നിദ്രാദേവി അനുഗ്രഹം വാരിച്ചൊരിഞ്ഞ സൽവ. പ്രോക്സി വിളിയിൽ ഉസ്താദായ ഡെവിൻ. അറ്റൻഡൻസ് സമയത്ത് മണിനാഥം മുഴക്കിയിരുന്ന റോൾ നമ്പർ 10 അഞ്ജലി. ഇതിനിടയിലും ചളികൾ പറഞ്ഞ് ആനന്ദം കണ്ടെത്തിയിരുന്ന നിധിയും കൂട്ടരും. ഞങ്ങളുടെ സാരഥിയായിരുന്ന അനൂട്ടിയും ജാക്കിമോനും. ഫസ്റ്റ് ഇയർ എക്സാമിനു തന്നെ കർത്തസാറിൻ്റെ കണ്ണിലുണ്ണിയായ ആൻമേരി. തേർഡ് ബെഞ്ചിലെ സ്ഥിരം താമസമാക്കിയ ലിജോ. കഷ്ടപ്പെട്ട് നോട്ട്സുകൾ ഉണ്ടാക്കി ഞങ്ങളെ പാസ്സാക്കിയ കാവ്യ. നിരന്തരം റാങ്കുകൾ വാങ്ങിക്കൂട്ടിയ ചാന്ദിനി. അക്കാഡമിക് ഡ്രൈവ് കൂടിയ ജീന. ഫോട്ടോഗ്രാഫിക് മെമ്മറിയുള്ള ടോണിക്കുട്ടൻ. റീഡിംഗ് റൂമിലെ സ്ഥിരം കുട്ടികളായ സെസിലും ഈവ്ലിനും. അങ്ങനെ പോകുന്നു ആ ലിസ്റ്റുകൾ. പണ്ട് ഓരോ ലെക്ചർ ക്ലാസ്സും ക്യാൻസലാകുമ്പോൾ സന്തോഷിച്ചിരുന്നവർ പക്ഷേ ഇന്ന് ഒരിക്കൽ കൂടി ആ ക്ലാസ്സിൽ ഒരുമിച്ചിരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു. ഏതൊരു മെഡിക്കൽ സ്റ്റുഡൻറ്റിൻ്റെയും കോളേജ് ലൈഫ് കളർഫുള്ളാക്കി മാറ്റുന്ന ഒന്നാണ് ഇൻ്റർ ബാച്ച് ആർട്സ്. കലയും കഴിവും കഠിനാധ്വാനവും ബാച്ച് സ്പിരിറ്റും എല്ലാം ചേർന്ന് ആഘോഷമാക്കിയ 3 ദിനങ്ങൾ. ഓരോ വർഷത്തെയും കാത്തിരിപ്പായിരുന്നു ഓരോ ആർട്സും. ഋതു, ഷോലെ, സിഗ്നസ്, തിര, ഈ പേരുകൾ എന്നും ഞങ്ങളുടെ ഉള്ളിൽ മായാതെ തന്നെ നിൽക്കുന്നു. കൂവലുകൾ ഏറ്റുവാങ്ങിയ ഋതുവിൽ നിന്ന് തുടങ്ങി കിരീടം നേടിയ തിര വരെയുള്ള ഈ യാത്ര ഞങ്ങൾക്കിടയിലെ പ്രതിഭകളെ കണ്ടെത്തുക മാത്രമല്ല ചെയ്തത്, മനസ്സിൽ സൂക്ഷിക്കാൻ ഒരുപിടി നിറമുള്ള ഓർമ്മകൾ കൂടി സമ്മാനിക്കുകയാണ്. കോളേജ് ലോബിയിലെ നേരം ഇരുട്ടുന്നത് വരെയുള്ള പ്രാക്ടീസ് സെഷൻസ്, അതിനിടയിലെ തമാശകൾ, പിണക്കങ്ങൾ, ഇണക്കങ്ങൾ എല്ലാം ഇനി ഓർമ്മകൾ മാത്രം. ചിത്രങ്ങൾക്ക് ജീവൻ നൽകിയ ഞങ്ങളുടെ ആതിര. തൂലിക കൊണ്ട് അത്ഭുതപ്പെടുത്തിയ റോഷ്നിയും സ്നേഹയും അഖിലയും. മൈലാഞ്ചി മുഞ്ചുള്ള മെഹ്റയും ഷൈമയും. കൊളാഷുകളുണ്ടാക്കിയ ആദിക. ചൂളമടിയും ഒരു കലയാണെന്ന് മനസ്സിലാക്കി തന്ന ലവീന. നടന വിസ്മയം തീർത്ത ശ്രുതിയും ഗായത്രിയും. നവരസങ്ങൾ വിടർത്തി പ്രവീണ. ജെന്നേഴ്സിൻ്റെ സിഗ്നേച്ചർ ഇവൻ്റായ നൊസ്റ്റാൾജിയയ്ക്ക് ചുക്കാൻ പിടിച്ച ഫൈറോസ്, ജസ്മിത്, ഐശ്വര്യ. ക്യൂൻ ഓഫ് ദംഷറാഡ്സ് അനഘ. വാക്കുകൾ കൊണ്ട് വാൾപ്പായിട്ട് നടത്തി കാത്തിയേനി. ജെന്നേഴ്സിൻ്റെ MJകളായ നെൽവിൻ, ഷൈൻ, ആംലിൻ. വെസ്റ്റേൺ ഫ്രീ സ്റ്റൈൽ കളിച്ച് ഋതു. ജെന്നേഴ്സിൻ്റെ ബാഹുബലിയായ ജെറിൻ. 10th നോട്ടിൻ്റെ അമരക്കാരൻ ആരോമൽ. കില്ലർ ഡ്രമ്മർ സാംബി. ഗിറ്റാറിസ്റ്റ് ബാബുമോൻ.
ഇവർക്ക് കൂട്ടായി എബി, ജോർജീന, മേർലിൻ, ജാനിസ്, ഷിയോൺ. ഡാൻസ് ടീമിലെ സ്ഥിരം സാന്നിധ്യമായ അലീന, അന്നു, അരുണ, ഷെറിൻ. ഇപ്പറഞ്ഞ എല്ലാവരെയും അണിയിച്ചൊരുക്കിയ ഞങ്ങളുടെ ഡെലീന. ജൂബിലി ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത സ്റ്റേജ് സെറ്റ് ചെയ്യാൻ പ്രയത്നിച്ചവരുടെ കഷ്ടപ്പാടും ആ 3 ദിവസം ഇമചിമ്മാതെ ഒന്നിച്ചു നിന്നവരും കൂടെ നിന്ന രഞ്ജിത്ത് സാറും ലാലു സാറും അശ്വത് സാറും ഒടുവിൽ ചാമ്പ്യൻസ് ട്രോഫി ഏറ്റുവാങ്ങിയപ്പോൾ അലയടിച്ച സന്തോഷവും ഇതെല്ലാമായിരുന്നു ഓരോ ജനറേറിയൻ്റെയും ഇൻ്റർ ബാച്ച്. ആവേശവും ആകാംക്ഷയും വീറും വാശിയും എല്ലാം കൊണ്ട് ഞങ്ങൾ ആഘോഷമാക്കിയ സ്പോർട്സ്. ഏകദേശം 1 മാസത്തോളം നീണ്ടുനിന്ന കായിക മാമാങ്കം. അതിരാവിലെ എഴുന്നേറ്റുള്ള പ്രാക്ടീസ്, കാഴ്ചക്കാരുടെ ചങ്കിടിപ്പ് കൂട്ടുന്ന പോരാട്ടങ്ങൾ, ഓരോ മത്സരങ്ങൾക്കും ആവേശവും ആർപ്പുവിളികളും നൽകി ഉത്തേജനമായ ചങ്ങാതിമാർ, കാഴ്ചയുടെ വർണ്ണവിസ്മയമായി ഗ്രൗണ്ട് ചിയറിങ്ങും ഡ്രില്ലും. സ്പോർട്സ് എന്ന് കേട്ടാൽ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നൊരു പേരുണ്ട്, ജെറി മാത്യു, അവർ സ്പോർട്സ് ഐക്കൺ. ജൂബിലി കണ്ട എക്കാലത്തെയും മികച്ച ബാസ്കറ്റ്ബോൾ പ്ലെയർ. ഫുട്ബോളിൽ ഫ്രീ കിക്കുകളുടെ രാജാവ് സിറാജിക്ക, വണ്ടർ ഗോളി ഇർഫാൻ ഉമ്മർ. ടേബിൾ ടെന്നീസ് കളി എന്താണെന്ന് ജൂബിലിക്ക് കാണിച്ചു കൊടുത്ത കുഹാസ് TT ചാമ്പ്യൻ സുനിത്. വോളിബോളിൽ കൊടുങ്കാറ്റായി അപ്പുണ്ണി. ബാഡ്മിൻ്റണിൽ സ്മാഷുകൾ പായിച്ച് തെരേസ. ത്രോ ബോളിൽ പോയിൻസുകൾ വാരിക്കൂട്ടിയ മരിയ. ആം റെസ്ലിംഗിൽ കൈക്കരുത്തിൻ്റെ പ്രതീകങ്ങളായി നിത്യയും നിറ്റിനും. ട്രാക്കിലെ പെൺപുലികൾ റൈസ, മെറിൻ. ത്രോ ഇവൻസിലെ സ്ഥിര സാന്നിധ്യം സജിനും ലെനയും. നടത്തം കൊണ്ട് ട്രാക്ക് കീഴടക്കിയ നിഖിൽ. ഒരു കാലത്ത് സ്പോർട്സിൽ ഞങ്ങളെ നയിച്ച പൂക്കുട്ടിയും റിസ്വാനും. ഒടുവിൽ ആ കപ്പിൽ 2 തവണ മുത്തമിട്ടപ്പോൾ കിട്ടിയ സന്തോഷം, അത് ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷത്തിനേക്കാട്ടിലും അപ്പുറത്തായിരുന്നു. യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ കാണില്ല. സ്വന്തം കൂട്ടുകാരുമൊത്ത് ഒരു അടിപൊളി ട്രിപ്പ്. ഒട്ടുമിക്ക എല്ലാവരുടെയും സ്വപ്നങ്ങളിൽ ഒന്നായിരിക്കും അത്. ഞങ്ങളുടെ ആ സ്വപ്നത്തിന് ചിറകുകളേകിയ ഒരാളുണ്ട്. ലക്ഷദ്വീപിലേക്ക് പാലം വരെ പണിയാൻ തയ്യാറായ ഞങ്ങളുടെ ടൂർ കോർഡിനേറ്റർ എമിൻ ജിമി. രാത്രിയുടെ നിശബ്ദതയെപ്പോലും കീറിമുറിച്ചുകൊണ്ട് ബസ്സിൽ ആടിത്തിമിർത്ത നിമിഷങ്ങൾ. മാരക നൃത്തച്ചുവടുകൾ വെച്ച് ഏവരെയും അതിശയിപ്പിച്ച ജിനുവും ബബ്ലിയും. യാത്രകൾ തൻ്റെ ജീവൻ്റെ ഭാഗമാക്കിയ വിഷ്ണു. കുട്ടവഞ്ചിയിലെ സാഹസയാത്രയും ജീപ്പിലെ സഫാരിയും കൂർഗിലെ ബോട്ട് റേസും കൊടൈക്കനാലിലെ സൈക്കിൾ ചവിട്ടലും സ്നോ വേൾഡിൽ മഞ്ഞ് വാരി എറിഞ്ഞതും ഇതെല്ലാം ഞങ്ങൾക്ക് ഈ യാത്രകൾ നൽകിയ സമ്മാനങ്ങളാണ്. ഇവയുടെ കൂടെ തന്നെ വടം വലിച്ചും ഉറിയടിച്ചും പൂക്കളമിട്ടും നടത്തിയ ഓണം സെലിബ്രേഷൻസും കരോൾ പാടിയും കാർഡുണ്ടാക്കിയും കേക്ക് മുറിച്ചും നടത്തിയ ക്രിസ്മസ് സെലിബ്രേഷൻസും ഇനി വെറും ഓർമ്മകൾ മാത്രം. പിന്നെ ജൂബിലിയിൽ വന്ന കാലം മുതൽക്കേ ഞങ്ങൾ കുറച്ചുപേർ കണ്ട ഒരു സ്വപ്നമുണ്ട്. ജൂബിലി ഫുട്ബോൾ ലീഗ്, JFL. പോരാട്ട വീര്യം നിറഞ്ഞ മത്സരങ്ങളും അതിനെല്ലാം ഉപരി ഓരോ മത്സരങ്ങൾക്ക് ശേഷമുണ്ടായിരുന്ന ഒത്തുകൂടലുകളും ജൂനിയേഴ്സും സീനിയേഴ്സുമായുള്ള ഞങ്ങളുടെ ആത്മബന്ധം ഏറെ വളർത്തി. നേരത്തെ പറഞ്ഞ ചങ്കും ചങ്കിടിപ്പുമായ ആ ചങ്ങാതിമാരെ പറ്റി പറയാതെ വയ്യ. പുസ്തകങ്ങളെ സ്നേഹിച്ച ശീതൾ, പാചകം കലയാക്കിയ ലയ, എക്സ്പ്രഷൻ ക്യൂൺ സൂസൻ, വിശ്വാസങ്ങളെ മുറുകെ പിടിച്ച ഹെന്ന, ആലുവ സ്ലാങ് പറയുന്ന സുമി, 1000 വാൾട്ട് എനർജിയുമായി നടക്കുന്ന ഷെൻസി, ബാച്ചിലെ മലർമിസ്സായ ശ്രീഷ്മ, ടെക്സ്റ്റ് ബുക്കുകളെ പോലും നാണിപ്പിക്കും വിധം ആൻസർ ഷീറ്റ് എഴുതുന്ന അനു, പഠിച്ചും പഠിപ്പിച്ചും സഹായഹസ്തം നീട്ടിക്കൊണ്ട് റബേക്കമാർ, അച്ചടക്കത്തിൻ്റെ പര്യായമായ നീതു, ഫുഡ് കഴിച്ച് ജെറിസാറിൻ്റെ വരെ പോക്കറ്റ് കാലിയാക്കിയ അമൽ, നാട്ടിൻപുറത്തുകാരി അശ്വതി, ബോൾഡ് ആൻഡ് കൂൾ അഞ്ജിത, നാട്ടുകാരുടെ കുട്ടി ഡോക്ടറായ ജിസ്ന, ഹാർഡ് വർക്കിംഗ് ജീവ ആൻഡ് സ്റ്റെഫി, കൂട്ടുകാർക്ക് എന്നും പോസിറ്റീവ് എനർജി പകരുന്ന ജോസൂട്ടി, ഞങ്ങളുടെ ബാച്ചിൻ്റെ ഐശ്വര്യവും മാർഗദർശിയുമായ സിസ്റ്റർ പ്രിയ. ഇനി ഒരാളുണ്ട്, ഞങ്ങൾ ഈ പറഞ്ഞ 99 പേരെയും മുന്നിൽ നിന്ന് നയിച്ച ഞങ്ങളുടെ സീമാൻ സനിറ്റ് ശൈലജ രത്നാകരൻ. മച്ച, നീ വെറും മാസമല്ല, മരണമാസാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾക്കിടയിലും വിട്ടുപോയ ഒന്നുണ്ട്, ഞങ്ങളുടെ ഹോസ്റ്റൽ. അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒന്നല്ല, അനുഭവിച്ച് തന്നെ അറിയണം. പിന്നെ എന്നെപ്പറ്റി പറയാൻ എനിക്കൊരു തെണ്ടിയേടി ആവശ്യമില്ല. ഞാൻ സ്വരൂപ് MS.
To all those memorable days that have been imprinted in my heart, becoming a part of my soul and molding me into what I am today, I extend our heartfelt thanks for giving me a lifetime of memories to cherish and to replay. The 100 genres, each one of them in their own way, having transformed this seeming labyrinth into an irreplaceable haven, my second home. I bid you farewell, and my heart wells at the thought of parting with this Generian family. I will miss you, but never shall I forget. From the spirit we ignited on the fateful day of August in 2012 to this parting day, we have come a long way, and you all have been my pillars of strength. So taking off into the journey beyond, bidding adieu, the Generian family.